ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഓസ്കാർ ഫിഷുകളെക്കുറിച്ച് അവരുടെ ഫുഡിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെ ഫുഡുകൾ കൊടുക്കുക, അതായത് എത്ര വെറൈറ്റി ഫുഡുകൾ കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഓസ്കാർ ഫിഷ് ഫുഡ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ഒന്നുമല്ല, ജനറൽ ആയിട്ട്, അതായത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതായത് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ വളർത്തി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കണമെന്നില്ല. ഓസ്കാർ ഫിഷിന് പലതരത്തിലുള്ള ഫുഡുകൾ കൊടുക്കുക. ഇപ്പോൾ വേംസ്, ലാർവ, ഈ പറഞ്ഞ പോലെ ബ്ലഡ് വേംസ്, എർത്ത് വേംസ്, ചെമ്മീൻ, പെല്ലറ്റ് ഫുഡ്, ലൈവ് ആയിട്ടുള്ള മീനുകൾ, അതായത് ഗപ്പി, പ്ലാറ്റി പോലെ ചെറിയ മീനുകളൊക്കെ ലൈവ് ഫീഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഈ അക്വേറിയം ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ ഫീഡർ ഫിഷ് എന്ന് പറഞ്ഞിട്ട്, അത് വാങ്ങി കൊടുക്കാം. ഇങ്ങനെ പല വിധത്തിലുള്ള ഫുഡ് നമുക്ക് ഇവർക്ക് ഫീഡ് ചെയ്യാം. പക്ഷേ ഇത്രയും സാധനങ്ങളൊക്കെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരെ ഹെൽത്തി ആയിട്ട് വളർത്താനായിട്ട്. ജസ്റ്റ് രണ്ട് ടൈപ്പ് ഫുഡിൽ ഫോക്കസ് ചെയ്താൽ മതി. അതിലൊന്ന് എന്ന് പറയുന്നത് പെല്ലറ്റ് ഫുഡാണ്. ബേസിക് എല്ലാ മീനുകൾക്കും നമ്മൾ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഫുഡാണ് പെല്ലറ്റ് ഫുഡ്. ഇത് എല്ലാ അക്വേറിയം ഷോപ്പുകളിൽ വാങ്ങാനായിട്ട് കിട്ടും. എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡുകളുണ്ട്. സ്പെസിഫിക് ആയിട്ട് ഈ ഓസ്കാറിന് വേണ്ടി റിലീസ് ചെയ്തിട്ടുള്ള കുറേ ബ്രാൻഡുകളുണ്ട്. അതായത് ഈ ട്യൂണായി എന്ന് പറയുന്ന ബ്രാൻഡൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ്. 100 ഗ്രാമിന് 250 രൂപയൊക്കെ പ്രൈസ് വരുന്നുണ്ട്. ഓൺലൈനിൽ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും, ഷോപ്പുകളിലും വാങ്ങാൻ കിട്ടും. ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള പെല്ലറ്റ്, ഈ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ളത് വേണോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് അല്ലാത്തത് വേണോ എന്നൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ച് എണ്ണത്തിനൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ, അത് ടാങ്കുകളിലായിക്കോട്ടെ അക്വേറിയത്തിലായിക്കോട്ടെ, എണ്ണം കുറച്ചാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബ്രാൻഡുകളിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കാരണം കുറച്ച് ക്വാണ്ടിറ്റിയാണ് വളർത്തുന്നത്. അതേസമയം കൂടുതൽ എണ്ണത്തിനെ വളർത്തുന്നുണ്ട്, ഔട്ട്ഡോർ ടാങ്കുകളൊക്കെയാണ്, വലിയ ടാങ്കുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വില കുറഞ്ഞ പെല്ലറ്റ് ഫുഡ് വാങ്ങി കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. അതായത് ബൾക്കായിട്ട് പാക്കിങ്ങിലൊക്കെ വരുന്ന പെല്ലറ്റ് ഫുഡുകളുണ്ട്. ഞാൻ മുമ്പ് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അത് കൊടുത്തിട്ടാണ് നമ്മുടെ ഓസ്കാറുകളൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ ഒരെണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കി എല്ലാ മീനുകളും ഉണ്ട്. ഓസ്കാറിന് മാത്രമാണ് പ്രശ്നം പറ്റിയത്. നമ്മുടെ കയ്യിൽ ഒരു 4-5 എണ്ണമൊക്കെ ഉണ്ടായിരുന്നു. അതും ഭീമൻ സൈസിൽ എത്തിയതാണ്. ഏകദേശം ഒരു 10 ഇഞ്ച് വരെയൊക്കെ എത്തിയ സൈസുകളായിരുന്നു. അവർക്ക് ഈ മഴവെള്ളം ഡയറക്റ്റ് വീഴുന്നത് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഓരോ വർഷത്തിൽ, എനിക്ക് തോന്നുന്നു നമ്മൾ വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 3-4 വർഷമൊക്കെ ആയിട്ടുണ്ട്. വാങ്ങിയിട്ട് ആദ്യത്തെ ഒരു 3 വർഷത്തിനുള്ളിൽ പല മഴകളിലായിട്ട്, അതായത് നമുക്ക് ജൂൺ ജൂലൈ മാസത്തിലുള്ള മഴയും പിന്നെ നമ്മുടെ ഒക്ടോബർ നവംബർ ആ സമയത്ത് വരുന്ന മഴ, അങ്ങനെ പല സമയങ്ങളിലും മഴകളായിട്ട് ഓരോന്നായിട്ട് ഡെഡായി പോവാണ് ഉണ്ടായത്. നമ്മൾ പിന്നെ വെള്ളം വറ്റിച്ച് അവരെ പിടിച്ച് മാറ്റി മഴവെള്ളം വീഴാത്ത ഒരു സ്ഥലത്തേക്ക് മാറ്റിയിടാനൊന്നും നമ്മൾ തയ്യാറായില്ല. അതുകൊണ്ടാണ് ഓരോന്നായിട്ട് ഡെഡായി പോയത്. പക്ഷേ മീൻ അടിപൊളി മീനാണ് ഓസ്കാറുകൾ. വളരെ എന്താ പറയുക, ഇണങ്ങുന്ന ടൈപ്പ് മീനുകളാണ്. പിന്നെ നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളർന്ന് വലുതാവുന്ന മീനുകളും കൂടിയാണ്. പിന്നെ ഇവരെ ജയൻറ്റ് ഗൗരാമികളൊക്കെ നമ്മൾ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവർ കുറച്ച് പ്രോബ്ലമാറ്റിക് ആണ്. അതായത് ജയൻറ്റ് ഗൗരാമികൾ നല്ല രീതിയിൽ എല്ലാ കണ്ടീഷനോടും അഡാപ്റ്റ് ആവുന്ന മീനുകളാണ്. ഇവർക്ക് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരും. ഹോൾ ഇൻ ദ ഹെഡ് ഡിസീസ്, അല്ലെങ്കിൽ വൈറ്റ് സ്പോട്ട്, അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ളൊരു മീനും കൂടിയാണ്. പിന്നെ വെള്ളം നല്ല രീതിയിൽ കണ്ടീഷനായിട്ടും നല്ല ഗുഡ് ക്വാളിറ്റിയിൽ നമ്മൾ കീപ്പ് ചെയ്യണം. എയറേഷൻ ആവശ്യമുള്ളൊരു മീനാണ്. നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ആൽഗെ വാട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കളറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കാറുണ്ടായിരുന്നു. നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് ടൈഗർ ഓസ്കാറുകളായിരുന്നു. അപ്പോൾ നമ്മൾ ഇവരെ വളർത്തിയുള്ള എക്സ്പീരിയൻസ് എന്നാണ് ഈ പറയുന്നത്. നമ്മൾ നോൺ വെജ് ആയിട്ടുള്ള ഒരു ഫുഡും ഇവർക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് പെല്ലറ്റ് ഫുഡ് മാത്രമാണ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും നമ്മുടെ സാധാരണ പെല്ലറ്റാണ് ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് പെല്ലറ്റ് ഫുഡ് മാത്രം ഫീഡ് ചെയ്ത് നമുക്ക് ഇവരെ വളർത്താം. നമ്മൾ ആൽഗെ വാട്ടറിൽ വളർത്തിയതുകൊണ്ട് തന്നെ ടൈഗർ ഓസ്കാറുകളുടെ ആ ഒരു ബ്ലാക്ക് കളറും ആ സൈഡിലുള്ള ആ ഒരു ഓറഞ്ച് കളറും നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ആൽഗെ വാട്ടറിൽ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ കളറും കാര്യങ്ങളൊക്കെ നല്ല ബ്രൈറ്റ് ആയിരിക്കും, ഫെയ്ഡ് ആവില്ല, സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കാത്തതുകൊണ്ട്. പിന്നെ ഇവർക്ക് സ്ട്രെസ് കുറവായിരിക്കും ഷെയ്ഡ് ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫുഡിനെ കുറിച്ചായിരുന്നു. അപ്പോൾ പെല്ലറ്റ് ഫുഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് രണ്ടാമത് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നത് ചെമ്മീനാണ്. ചെമ്മീനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൈജസ്റ്റ് ആവാനായിട്ട് എളുപ്പമാണ്. അതേസമയം അതിനകത്ത് ആസ്റ്റക്സാന്തിൻ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉള്ളതുകൊണ്ട് ഈ ടൈഗർ ഓസ്കാറുകൾ, ആൽബിനോ ഫയർ റെഡ് പോലുള്ള മീനുകളുടെയൊക്കെ ആ ഒരു റെഡ് കളറൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ നോൺ വെജ് കൊടുക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ചെമ്മീൻ തന്നെയാണ്. ഈ ഓസ്കാറുകളെ മാത്രം ബ്രീഡ് ചെയ്യിക്കുന്ന ബ്രീഡേഴ്സൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് ചെമ്മീനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പല വീഡിയോകളിലും. അവർ ഈ ബ്രീഡിംഗ് പെയറുകൾക്കൊക്കെ ഫീഡ് ചെയ്യുന്നത് ചെമ്മീൻ തന്നെയാണ്. അപ്പോൾ ഈ 2 ഫുഡിൽ മാത്രം നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്താൽ മതി. അതായത് പെല്ലറ്റ് ഫുഡും പിന്നെ നോൺ വെജ് ആയിട്ടുള്ള ഈ ചെമ്മീനും. ഈ പെല്ലറ്റ് ഫുഡും ഈ ചെമ്മീനും കൂടാതെ നമുക്ക് മണ്ണിരകളൊക്കെ കൊടുക്കാം. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കളച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മണ്ണിരകൾ കിട്ടും. അതിനെ നമുക്ക് കൊടുക്കാം. മണ്ണിരകൾ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഹൈ പ്രോട്ടീൻ ഫുഡാണ്. എപ്പോഴും കുറഞ്ഞ സമയം കൊണ്ട് അത്യാവശ്യം നല്ല സൈസിലേക്ക് എത്തിക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണം കുറച്ചിട്ട് വളർത്തിയാൽ മതി. ഇപ്പോൾ ഒരു അക്വേറിയത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സിംഗിൾ പീസിനെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് നമ്മൾ എണ്ണം കൂട്ടിയിടും തോറും സൈസ് വെക്കുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക സ്പീഡ് കുറവായിരിക്കും. പിന്നെ ഇവർ നല്ല പ്രിഡേറ്ററി സ്വഭാവവും അതുപോലെ തന്നെ ടെറിട്ടോറിയൽ ആയിട്ടുള്ള മീനുകളാണ്. ഈ മെയിലും തമ്മിലൊക്കെ ഫൈറ്റ് ഉണ്ടാവാറുണ്ട്. പിന്നെ എപ്പോഴും വാങ്ങുമ്പോൾ ചെറിയ പീസിനെ വാങ്ങുന്നതാണ് നല്ലത്. അങ്ങനെ ചെറിയ പീസുകളെ വാങ്ങിയിട്ട് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡ് നേരത്തെ പറഞ്ഞ പോലെ പെല്ലറ്റ് ഫുഡ്, പിന്നെ ചെമ്മീൻ, അതുപോലെ മണ്ണിരകൾ, ഇതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോയ്സ് ഇതാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ആ ചെറിയ സൈസ് തൊട്ടേ ആഴ്ചയിൽ പല ദിവസങ്ങളിലായിട്ട് കൊടുത്ത് ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സൈസ് ആകുമ്പോഴും അവരെല്ലാ ഫുഡുകളും കഴിക്കും. പെല്ലറ്റ് കൊടുത്താലും കഴിക്കും, ചെമ്മീൻ കൊടുത്താലും കഴിക്കും, അതുപോലെ തന്നെ
ഈ മണ്ണിരകൾ കൊടുത്താലും കഴിക്കും. അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു ഫുഡ് മാത്രം കൊടുത്ത് ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ചെമ്മീൻ മാത്രം സ്ഥിരമായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർ പെല്ലറ്റ് കൊടുത്താൽ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത് ആരോ എന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മൾ അക്വേറിയം ഷോപ്പിൽ നിന്ന് വലിയ സൈസിനെയാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്താണോ അതിന് കൊടുത്ത് ശീലിപ്പിച്ചിട്ടുള്ളത് അതായിരിക്കും അത് കഴിക്കുന്നത്. നമ്മൾ ചിലപ്പോൾ പെല്ലറ്റ് കഴിക്കുമെന്ന് വിചാരിച്ചിട്ട് പെല്ലറ്റ് വാങ്ങി കൊടുക്കും, ചിലപ്പോൾ അത് പെല്ലറ്റ് കഴിക്കില്ല, ചിലപ്പോൾ ചെമ്മീൻ മാത്രമേ കഴിക്കൂ. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ചെമ്മീൻ മാത്രമേ നമുക്ക് ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ചെറിയ പീസിനെ വാങ്ങിയിട്ട് നമ്മൾ ആ ഒരു സൈസ് മുതൽ എല്ലാ ഫുഡും കൊടുത്ത് ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതാണോ കൊടുക്കുന്നത് നമുക്ക് കൊടുക്കാൻ പ്ലാൻ ഉള്ളത്, അപ്പോൾ അത് കൊടുത്ത് ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഭാവിയിൽ അത് തന്നെയായിരിക്കും കഴിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പെല്ലറ്റ് മാത്രമാണ് കൊടുത്തത്. ചെറിയ സൈസിനായിരുന്നു ഞാൻ വാങ്ങിയത്, ജസ്റ്റ് 2 ഇഞ്ചൊക്കെയുള്ള ചെറുതിനാണ് വാങ്ങിയത്. ആ സമയം തൊട്ട് പെല്ലറ്റാണ് നമ്മൾ കൊടുത്തത്. ഈ 10 ഇഞ്ച് ആവുന്നവരെയും പെല്ലറ്റ് തന്നെയാണ് കൊടുത്തത്. നോൺ വെജോ അതായത് ചെമ്മീനോ മണ്ണിരകളോ ഒന്നും നമ്മൾ ഫീഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ആ 2 ഇഞ്ചിൽ നിന്ന് നമ്മൾ മാക്സിമം 10 ഇഞ്ച് സൈസ് വരെയൊക്കെ ആ ഒരു ടാങ്കിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബാലൻസ്ഡ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും പെല്ലറ്റ് ഫുഡും പിന്നെ ഏതെങ്കിലും ഒരു നോൺ വെജ് ഫുഡും അങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ആഴ്ചയിൽ പല ദിവസങ്ങളായിട്ട് ഫീഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.